നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടു മുന്നണികളും മത്സരിച്ചത് വർഗീയവാദികളെ കൂട്ടുപിടിക്കാനായിരുന്നുവെന്നും ജാതി പറഞ്ഞുകൊണ്ടും മതം പറഞ്ഞുകൊണ്ടും ഇരു മുന്നണികളും മത്സരിച്ചപ്പോൾ എൻഡിഎ മാത്രമാണ് വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പ് 9 വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തൽ ആവുമെന്നായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയുടെ സ്വന്തം ബൂത്തിലും പഞ്ചായത്തിലും സ്വരാജ് പിന്നോട്ടു പോയത് ജനങ്ങൾ ഭരണത്തെ വിലയിരുത്തിയത് കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും 2021 തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയ മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണെന്നും സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ഉപതെരഞ്ഞെടുപ്പ് സത്യത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള കാരണം എന്താ? ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായി സത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തു. ആ മുന്നണിയിൽ നിന്നും MLA സ്ഥാനം രാജിവെച്ചിട്ടാണ് അൻവർ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അൻവർ രാജിവെക്കുന്ന സമയത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, ആ സ്വർണ്ണക്കള്ളക്കടത്തിന് മലപ്പുറം ജില്ലയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പങ്കുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ്, അത് തുറന്നു പറഞ്ഞിട്ടാണ് അൻവർ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിൽ അൻവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ മുദ്രാവാക്യം അല്ലെങ്കിൽ അയാൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാര്യം, ആ കാര്യത്തിന് വേണ്ടി ഒരു 8 മാസം മാത്രം ഇടവേളയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണോ എന്നുള്ളതാണ് ബിജെപിയുടെ ചോദ്യം. ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ ഷിനോജ് പണിക്കർ, ബിജു M സാമുവൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാനൽ ന്യൂസ്, നിലമ്പൂർ. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. സ്ഥിര നിക്ഷേപത്തിന് 1 വർഷത്തേക്ക് 8.5% പലിശ. ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ 9% വരെ പലിശ. വന്ദനം നിക്ഷേപ പദ്ധതി 56 വയസ്സ് മുതലുള്ള മുതിർന്ന പൗരർക്ക് പലിശ 8.75%. നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി. വേഗമാകട്ടെ, തൊട്ടടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കൂ. KSFE, ഈ നാടിന്റെ ധൈര്യം.